നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ആവേശത്തിലാണ് നമ്മൾ. അതിന് ആരൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, വേൾഡ് കപ്പ് ആവേശമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം പോർച്ചുഗലിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചല്ലോ, അതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്. അദ്ദേഹം 6ാമത്തെ വേൾഡ് കപ്പിനാണല്ലോ എത്തുന്നത്. അപ്പോൾ റൊണാൾഡോയുടെ പ്രായം 41 വയസ്സും 4 മാസവുമായിരിക്കും വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ റെക്കോർഡാണോ? വേൾഡ് കപ്പ് കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണോ അദ്ദേഹം? അതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. ഓൾഡസ്റ്റ് ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സ്, ഗോൾ കീപ്പറല്ല, ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സിൽ ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ ആരാണ്? ക്രിസ്ത്യാനോ അതിൽ എത്രാമത് വരും? 1ാമതുള്ളത് റോജർ മില്ലയാണ്. 1994 റോജർ മില്ല വേൾഡ് കപ്പ് കളിക്കുമ്പോൾ ഇതിഹാസ താരത്തിൻ്റെ പ്രായം നിങ്ങൾക്കറിയോ? 42 വയസ്സായിരുന്നു. അദ്ദേഹം ആ വേൾഡ് കപ്പിൽ ഗോളടിച്ച് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഗോളടിച്ച് ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അത് തിരുത്തി കുറിക്കാൻ ഇത്തവണ CR7 കഴിയുമോ എന്ന് വെച്ചാൽ ഇല്ല. കാരണം CR7 41 വയസ്സും 4 മാസവുമായിരിക്കും വേൾഡ് കപ്പിൽ പോർച്ചുഗലിൽ കളിക്കാൻ ഇറങ്ങുമ്പോഴുള്ള പ്രായം. ഏതായാലും ചരിത്രത്തിൽ ഏറ്റവും പ്രായം കൂടിയ സെക്കൻഡ് ഓൾഡസ്റ്റ് ഔട്ട്ഫീൽഡ് പ്ലെയർ എന്ന റെക്കോർഡ് അപ്പോൾ CR7 ഉണ്ടാവും. 2ാമതായിരിക്കും CR7 വരിക. ഈ കാര്യത്തിൽ പിന്നെ 3ാമത് വരുന്നത് 39 വയസ്സും 10 മാസവും 2022 വേൾഡ് കപ്പിൽ കളിക്കുന്ന സമയത്ത് കാനഡയുടെ താരം അച്ചിൻസൻ്റെ പ്രായം 39 വയസ്സും 10 മാസവുമാണ്. അദ്ദേഹമാണ് 3ാമത്. പെപ്പെ 2022 വേൾഡ് കപ്പ് കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 39 വയസ്സും 9 മാസവുമായിരുന്നു. അദ്ദേഹം ഈ കാര്യത്തിൽ 4ാമത് വരും. ഈ കാര്യത്തിൽ 5ാം സ്ഥാനത്തേക്ക് ഉണ്ടാവുക അർജൻറ്റീനയുടെ ഒരു പഴയ കളിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ലെബ്രൂണ. അദ്ദേഹം 1958 വേൾഡ് കപ്പ് കളിക്കുമ്പോൾ പ്രായം 39 വയസ്സും 9 മാസവുമായിരുന്നു. ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതാ ഈ സമ്മറിൽ സെക്കൻഡ് ഓൾഡസ്റ്റ് ഔട്ട്ഫീൽഡ് പ്ലെയർ ഇൻ വേൾഡ് കപ്പ് ഹിസ്റ്ററി എന്ന ഒരു ലാൻഡ്മാർക്കിലേക്ക് എത്തുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.